ഇൻഡിഗോ വിമാന സർവീസുകളുടെ റദ്ദാക്കൽ ഇന്നും തുടരുകയാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ റദ്ദാക്കിയത് 48 സർവീസുകളാണ്. ബംഗളൂരുവിൽ നിന്ന് 124 സർവീസുകളാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരത്ത് 9 സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്നുള്ള 10 സർവീസുകളും കരിപ്പൂർ ഹൈദരാബാദ് സർവീസും ഒക്കെ റദ്ദാക്കിയിട്ടുണ്ട്. വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാൽ, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദുലേഖ രേണു, ബംഗളൂരുവിൽ നിന്ന് കെ ബി ശ്രീധരൻ, കൊച്ചിയിൽ നിന്നും സ്നേഹമോൾ നയനാൻ എന്നിവരാണ് ചേർന്നത്. ആദ്യം ബി ബാലഗോപാലിലേക്കാണ്. ബാലു, ആ പ്രതിസന്ധി ഇന്നും വലുതായിട്ട് തന്നെ പോകുന്നുണ്ട്. യാത്രക്കാർക്കൊക്കെ അത്രത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ വാദങ്ങളാണ് കമ്പനി ഉൾപ്പെടെ മുന്നിലേക്ക് വെക്കുന്നത്? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് അത് കമ്പനിയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുമുണ്ടോ? ഇന്നും പ്രതിസന്ധി തുടരുകയാണ്. കാരണം ഇത്ര ക്യാൻസലേഷൻ മാത്രമാണ് ഇൻഡിഗോ പറയുന്നത്. ഇന്നലെ ഏതാണ്ട് 1000-ലധികം വിമാന സർവീസുകളാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇൻഡിഗോ ക്യാൻസൽ ചെയ്തിരുന്നത്. ഇന്ന് ക്യാൻസലേഷൻ ഉണ്ടാകും, പക്ഷെ അത് 1000-ൽ താഴെ മാത്രമായിരിക്കുമെന്നാണ് ഇൻഡിഗോ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ുമായി ബന്ധപ്പെട്ട മാനദണ്ഡത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ആശ്വാസം ഉണ്ടാകുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നും ഈ സിവിൽ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻഡിഗോ ആകട്ടെ പൂർവ്വസ്ഥിതിയിൽ എത്തണമെങ്കിൽ ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ഇൻഡിഗോ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ഈ പ്രതിസന്ധിയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാർക്കാണ്. കാരണം ഈ പലർക്കും ഈ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് അവർക്ക് ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. മറ്റു വിമാന സർവീസുകളിലൊക്കെ വലിയ ഉയർന്ന ചാർജാണ് ഇപ്പോൾ ഈടാക്കുന്നത്. അത് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഈ ഇൻഡിഗോയ്ക്കെതിരെ വ്യാപകമായ തോതിൽ പരാതികളുമൊക്കെ ഉയരുന്നുണ്ട്. കാരണം ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടി നിയന്ത്രണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇൻഡിഗോ ഈ കൃത്രിമ ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഓരോ പ്രദേശത്തെ കാര്യങ്ങൾ കൂടി നോക്കാം. അതിന് ശ്രീധരനിലേക്കൊന്ന് പോവുകയാണ്. ശ്രീധരൻ, കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതാണ് ഓരോ പ്രശ്നങ്ങളും. ഇതിപ്പോൾ സർവീസുകൾ റദ്ദാക്കുന്നു, അത് മുതലാക്കിക്കൊണ്ട് മറ്റ് വിമാന കമ്പനികൾ ആ നിരക്ക് കുത്തനെ കൂട്ടുന്നു. പൊതുവെ നമ്മൾ ഈ അവധി സമയത്തൊക്കെ പറയുന്നത് ഈ അന്തർ സംസ്ഥാന ബസ് സർവീസുകളൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ആ നിരക്കൊക്കെ അത്രയും കുത്തനെ കൂട്ടുന്നത് ഒരുപാട് തവണ ശ്രീധരൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു വർഷാവർഷവും പറയുന്ന കാര്യമാണ്. ഇതിപ്പോൾ വീണ്ടും ഈ അവധി സമയത്ത് ഇൻഡിഗോ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പിനെ കുറിച്ച് പറയേണ്ടി വരികയാണ്. ബംഗളൂരുവിൽ 100-ലധികം 124ഓളം സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ടല്ലേ? ദക്ഷിണേന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ പ്രതിസന്ധി ഇന്നും 3-ാം ദിവസവും നീളുകയാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ യാത്രക്കാർ ഈ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ബംഗളൂരുവിൽ മാത്രമല്ല, ചെന്നൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ, ഗോവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിലുള്ള യാത്രാ ദുരിതം ഉണ്ട്. നമുക്കൊരു കണക്കെടുക്കുകയാണെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് മാത്രം ഇന്ന് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് 120-ലധികം സർവീസുകളാണ്. അതായത് 63 അറൈവലും ഡിപ്പാർച്ചറായിട്ട് 61. ഇങ്ങനെ 124ഓളം സർവീസുകൾ ബംഗളൂരു വിമാനത്താവളത്തിൽ മാത്രം റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് രാവിലെ 8 മണി വരെയുള്ള വിവരമനുസരിച്ച് ഏതാണ്ട് 69 സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഹൈദരാബാദിൽ നിന്ന് 69 സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് 50ഓളം സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായിട്ട് ഈ ക്യാൻസലേഷൻ വരുന്നത് ആളുകളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രാവിലെ ചില പ്രതികരണങ്ങളൊക്കെ യാത്രക്കാരെ കേട്ടു. അതായത് പകരം സംവിധാനം പോലും ഒരുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സാധാരണയായി ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്താൽ ആളുകൾക്ക് പകരം ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്തുകയോ അല്ലാത്ത പക്ഷം താമസ സൗകര്യം ഏർപ്പെടുത്തുകയോ ഭക്ഷണം ഉൾപ്പെടെ ഉറപ്പാക്കുന്ന നടപടികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചട്ടങ്ങൾ നേരത്തെ മുതൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് കഴിഞ്ഞ ദിവസം തൊട്ട് അത് നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. എന്നിട്ട് പോലും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതൊരു മനഃപൂർവ്വമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉയരുന്നുണ്ട്. അതായത് പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കുമ്പോൾ കൂടുതൽ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കമ്പനി പോവും. അത് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കും. എന്നാൽ പോലും നേരത്തെ പൂജ പറഞ്ഞ പോലെ തന്നെ യാത്രക്കാരെ
എന്താ പറയുക പൈസ വാങ്ങുന്ന കഴുത്തറപ്പൻ പൈസ വാങ്ങുന്ന വിമാന കമ്പനികളാണ് ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്.